അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ കിങ് കോങ് 2005 ഈ മൂവി റിലീസായിരിക്കുന്നത്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഈ കിടിലൻ സിനിമ ലോക സിനിമാ പ്രേമികളുടെ മുമ്പിൽ എത്തിപ്പെടുന്നത്. പഴയകാലത്തെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര ഗ്രാഫിക്സോട് കൂടി ഇറങ്ങിയ മൂവികളിൽ ഒന്നുകൂടിയാണ് ഇത്. സിനിമയുടെ തുടക്കം ഒരു വലിയ സിറ്റിയാണ് കാണിക്കുന്നത്. അവിടെ കുറച്ച് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സർക്കസ് കമ്പനിയുണ്ട്. ഇവിടെയാണ് നമ്മുടെ നായിക ആൻ ജോലി ചെയ്യുന്നത്. ആന് ഒരു അടിപൊളി സർക്കസുകാരിയും കൂടിയാണ്. ഇവിടെ നിന്നും കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇവളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. സർക്കസിലെ ഓണറും ഇവളുമായിട്ട് ഒരുപാട് വർഷത്തെ കമ്പനിയുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു പ്രശ്നത്താൽ സർക്കസ് കമ്പനി പൂട്ടേണ്ടി വരികയാണ്. അങ്ങനെ ഓണർ അവളോട് യാത്ര പറഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ സ്ഥലത്തോട്ട് തിരിച്ചു പോവുകയാണ്. ഒടുവിൽ ആനിന് ഉണ്ടായിരുന്ന ജോലിയും പോയി കിട്ടി. ശേഷം ജോലിയൊക്കെ നഷ്ടപ്പെട്ട് അനാഥയായി ആന് പട്ടണത്തിലൂടെ നടന്നു പോവുകയാണ്. ഹോട്ടലിലെ സ്പൈസി ഡിഷൊക്കെ കണ്ട് അവളുടെ വായിൽ വെള്ളവും മൂറുന്നു. പക്ഷേ കയ്യിലാണെങ്കിൽ പൈസ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ തൊട്ടടുത്ത് കണ്ട ഫ്രൂട്ട്സ് കടയിലെ ഒരു ആപ്പിൾ മോഷ്ടിച്ച് നൈസിനായി മുമ്പോട്ട് പോകുമ്പോൾ കടക്കാരൻ അവളെ പിടിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ അപ്രതീക്ഷിതമായി കോൾ എന്ന് പറയുന്ന ഒരാൾ വരികയാണ്. എന്നിട്ട് ആപ്പിളിൻ്റെ പൈസ കൊടുത്തിട്ട് ശേഷം അവൾക്ക് ഒരുപാട് കൂടിയ ആഹാര സാധനങ്ങൾ കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കുന്നു. കോൾ ഒരു ഫോട്ടോഗ്രാഫറാണ്. മനുഷ്യലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിചിത്രമായ ഫോട്ടോസുകളെടുത്ത് ഒരു കമ്പനിക്ക് അയച്ച് ആ കമ്പനിക്ക് വലിയ പേര് കിട്ടാനുള്ള തന്ത്രത്തിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളിലൊരാളാണ് ഈ കോൾ. എന്നാൽ താനൊരു സ്കൾ ഐലൻഡിനെ കുറിച്ച് ആ കമ്പനിയുടെ ഓണറിനോട് പറയുകയും അവിടുത്തെ ഫോട്ടോസ് നമുക്ക് ജനങ്ങൾക്ക് പ്രദർശിപ്പിച്ചാൽ വലിയൊരു പേര് തന്നെ കിട്ടുമെന്ന് പറയുമ്പോൾ അതിനങ്ങനെ ഒരു ഐലൻഡ് അവിടെ ഇല്ലെന്നും നീ വെറും തട്ടിപ്പാണെന്ന് പറഞ്ഞ് കൈയൊഴിയുകയും ചെയ്തു. ശേഷം അതിനു പകരമായി തൻ്റെ കമ്പനിയുടെ പണമെല്ലാം മോഷ്ടിച്ച് തൻ്റെ സ്വപ്നസ്ഥലമായ സ്കൾ ഐലൻഡിൽ പോവാൻ ഇറങ്ങി തിരിച്ചതാണ് ഈ കോൾ. പിന്നാലെ ഓണറും പോലീസും ഇയാളെ തപ്പി നടക്കുന്നുണ്ട്. കൂടാതെ കോളിന് ജാക്ക് എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്. ആളൊരു സിനിമാ നായകനാണ്. ജാക്കും കൂട്ടരും അഭിനയിക്കുന്ന സിനിമയിൽ ഒരു നായികയെ വേണം. അങ്ങനെ ഒരു നായികയെ തപ്പി കോൾ ഇറങ്ങി തിരിച്ചപ്പോൾ കണ്ടതാണ് നമ്മുടെ ഈ ആനിനെ. ആനെ കാണാൻ ക്യൂട്ടാണ്. ബ്ലൂ ഐസ്, വൈറ്റ് മുടി, പിന്നെ എന്ത് വേണം? തുടർന്ന് നമുക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു നായികയെ വേണം. അതിന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. ഷൂട്ടിംഗ് കുറച്ച് ദൂരത്തേക്കാണ്, നിനക്ക് വരാമെന്ന് കോൾ ആനിനോട് പറയുകയാണ്. പക്ഷേ ആദ്യം ആൻ അത് വിസമ്മതിച്ചെങ്കിലും ഇതുകൊണ്ടെങ്കിലും ഇനി ജീവിതം മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ച് കോളിനോടൊപ്പം അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അവർ ഒരു വലിയ ഷിപ്പിലാണ് യാത്ര ചെയ്യുന്നത്. കോൾ അവളെ ഷിപ്പിലോട്ട് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഷിപ്പിലെ ക്യാപ്റ്റൻ അവളോട് ഇത്രയും വലിയ റിസ്ക് ഏറ്റെടുക്കാൻ നീ തയ്യാറായല്ലോ, അതുതന്നെ വളരെ അത്ഭുതമെന്ന് പറയുകയാണ്. ഇത് കേട്ട് ആനിന് ആദ്യം ഒരു പന്തുകേട് തോന്നുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഷിപ്പിനകത്തേക്ക് അവൾ കയറുകയാണ്. അകത്ത് വെച്ച് കോൾ ജാക്കിനെ കാണുന്നു. ഇവനാണ് ജാക്ക്. ജാക്കും കൂട്ടരും അഭിനയിക്കുന്ന സിനിമ ഷൂട്ട് ചെയ്യാനാണ് അവർ ഐലൻഡിൽ പോകുന്നത്. എന്നാൽ കോളിൻ്റെ ഉദ്ദേശം എന്തെന്നാൽ അതോടൊപ്പം തനിക്കറിയാവുന്ന ഐലൻഡിലെ രഹസ്യങ്ങളുടെ നിഗൂഢത ഫോട്ടോസും വീഡിയോസ് എടുക്കാനും. ഈ കാര്യം ഷിപ്പിലെ ക്യാപ്റ്റനും ബാക്കിയുള്ളവർക്കും അറിയില്ല. അങ്ങനെ ഷിപ്പ് എടുത്തു തുടങ്ങി. അപ്പോഴേക്കും അവിടെ കോൾ പണം തട്ടിയെടുത്ത കമ്പനിയുടെ ആളുകൾ പോലീസുമായി വരികയാണ്. പക്ഷെ അവർക്ക് കോളിനെ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഷിപ്പ് മൂവായി തുടങ്ങി. ഷിപ്പിനകത്ത് വേറെയും ഒരുപാട് ജോലിക്കാരുണ്ട്. ശേഷം കോൾ ജാക്കിനോട് ഐലൻഡിലെ നിഗൂഢതയെക്കുറിച്ചും തൻ്റെ പ്ലാനിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഈ കാര്യങ്ങൾ രഹസ്യമായി ജിമ്മി എന്ന പയ്യൻ കേൾക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ ആ കാര്യം ജിമ്മി ക്യാപ്റ്റനോടും കൂട്ടരോടും പറയുകയാണ്. തുടർന്ന് രാവിലെ തന്നെ ഷിപ്പിനകത്ത് വെച്ചുള്ള ഷൂട്ടിങ്ങുകൾ തുടങ്ങുന്നു. ആ ഒരു സീൻ അവിടെ കഴിഞ്ഞതിനു ശേഷം അന്ന് രാത്രി ക്യാപ്റ്റനും കൂട്ടരും കോളിനോട് വന്നിട്ട് ഐലൻഡിൽ നീ നമ്മളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, നിന്റെ ഉദ്ദേശം എന്തരാണെന്ന് ചോദിക്കുമ്പോൾ കോൾ കാര്യങ്ങളെല്ലാം അവരോടും പറയുകയാണ്. തുടർന്ന് കുറച്ചു നിമിഷത്തിനകം ക്യാപ്റ്റൻ്റെ കൂട്ടുകാരൻ വന്ന് കോളിനോട് നമ്മൾ പോകുന്ന ദിശ മാറ്റുകയാണെന്ന് പറയുമ്പോൾ ആ കാര്യം വന്ന് ക്യാപ്റ്റനോട് കോൾ ചോദിക്കുകയാണ്. അതിന് കാരണം എനിക്കിവിടെ റിപ്പോർട്ട് കിട്ടി, നീ ഒരു കമ്പനിയുടെ പണം തട്ടിയെടുത്ത് മുങ്ങി. അവർ നിനക്കെതിരെ കേസ് കൊടുത്തു. നിന്നെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ടുണ്ട്. അതിനായി നിന്നെ മറ്റൊരു കരയിലിറക്കി പോലീസിൽ കൊടുത്തിട്ട് ശേഷം നമ്മൾ തിരിച്ചു പോകുമെന്ന് ക്യാപ്റ്റൻ അവനോട് പറയുന്നു. അങ്ങനെ ആ സംസാര വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷിപ്പ് പോകുന്ന വഴി മുഴുവനും വലിയ ഫോഗ് വരികയാണ്. മുന്നിലുള്ളതൊന്നും ആർക്കും കാണാൻ കഴിയുന്നില്ല. ക്യാപ്റ്റൻ ജോലിക്കാരോട് എൻജിൻ്റെ വേഗത കുറയ്ക്കാൻ പറയുന്നു.
തുടർന്ന് ഫോഗ് മാറി തുടങ്ങുകയാണ്. എന്നാൽ മുമ്പിൽ നിന്നിരുന്ന ജിമ്മി വലിയ പാറക്കെട്ട് മതിലുകൾ കാണാനിടയാവുകയും അത് ക്യാപ്റ്റനോട് പറഞ്ഞ് അതിലിടിക്കാതെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള ഒരു പോരാട്ടം തന്നെ അവിടെ നടക്കുന്നു. ഷിപ്പ് കൂറ്റൻ വാളിൽ വന്നിടിക്കുകയാണ്. ചില സൈഡ് പൊട്ടി അകത്ത് വെള്ളവും കയറി തുടങ്ങുന്നു. ക്യാപ്റ്റന്റെ പ്ലാൻ പ്രകാരം എഞ്ചിൻ ഓഫാക്കുകയും മുന്നിലത്തെ പാറകളിൽ ഇടിക്കാതെ കഷ്ടിച്ച് അവസാനം സൈഡിലുണ്ടായിരുന്ന ഒരു വലിയ പാറക്കെട്ടിലിടിച്ച് ഷിപ്പ് സ്റ്റക്കായി ചരിഞ്ഞു നിൽക്കുന്നു. ഒരു നിമിഷം അവർ മരണത്തെ മുന്നിൽ കണ്ടു. അങ്ങനെ പിറ്റേന്ന് വെളുപ്പാൻ രാവിലെ ആവുകയാണ്. കോൾ പറഞ്ഞ നിഗൂഢതകൾ നിറഞ്ഞ ആ ഐലൻഡ് അവരുടെ തൊട്ട് മുന്നിൽ തന്നെ നിൽക്കുന്നു. അതിന് തൊട്ടടുത്തായിട്ടാണ് അവരുടെ ഷിപ്പ് അപകടത്തിൽപ്പെട്ടത്. ഏവരെയും ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് അവിടെയുള്ളവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. തുടർന്ന് ക്യാപ്റ്റൻ അറിയാതെ അവിടത്തെ എമർജൻസി ബോട്ടെടുത്ത് കാൾ ജാക്കിനെയും ആനിനെയും ഒപ്പം തൻ്റെ 2 സ്റ്റാഫുകളെയും കുറച്ച് ആളുകളെയും വിളിച്ച് ഐലൻഡ് ലക്ഷ്യം വെച്ച് പോകുന്നു. ഈ ഒരു കാഴ്ച ക്യാപ്റ്റനും കൂട്ടരും കാണുകയാണ്. എന്തുതന്നെയായാലും അവർ പോകുന്നെങ്കിൽ പോട്ടെ, ഈ ഷിപ്പ് ഇവിടെ നിന്ന് മാറ്റിയ ഉടൻ നമുക്ക് തിരിച്ചു പോകാമെന്ന് അവർ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ ഐലൻഡിൽ കയറുകയാണ്. മുന്നോട്ട് പോകുന്തോറും അവിടുത്തെ ഭീകരതത്വം അവർ അറിഞ്ഞു തുടങ്ങുന്നു. മുന്നിലായി വിചിത്ര രീതിയിലുള്ള സ്ഥലങ്ങൾ കെട്ടിവെച്ചിരിക്കുന്നു, അതും മുള പോലത്തെ കമ്പുകളിൽ. കൂടാതെ തലയോട്ടികളും അവിടെ കിടപ്പുണ്ട്. കോൾ ഇതൊക്കെ ജനങ്ങളോട് കാണിക്കാനും തനിക്ക് ഫേമസ് ആവാനും വേണ്ടി എല്ലാം വീഡിയോസ് പകർത്തുകയാണ്. ആ സമയം അവിടെ കുറച്ച് ദൂരെയായി ട്രൈബിൻ്റെ ഒരു കുട്ടി അവരെ നോക്കി നിൽക്കുന്നു. കണ്ടാൽ വളരെ ഭീകരത. കോൾ അടുത്തു ചെന്നിട്ട് ഒരു ചോക്ലേറ്റ് നിർബന്ധിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആ കുട്ടി കിടന്ന് അലറി വിളിക്കുകയാണ്. എന്നാൽ പിന്നെ കണ്ടത് ഒരു 60-70 ട്രൈബുകളോളം അവരെ നോക്കി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കണ്ടാൽ ഞെട്ടി വിറച്ചു പോകുന്ന രൂപങ്ങൾ. അവർ എല്ലാവരെയും കടന്നു പിടിക്കുന്നു. ചിലരെയൊക്കെ തലവെട്ടി കൊല്ലുന്നു. ആനിനെ നോക്കിയിട്ട് അവിടുത്തെ ഒരു ട്രൈബ് മുത്തശ്ശി എന്തൊക്കെയോ കാര്യമായിട്ട് പറഞ്ഞു വരികയാണ്. ഒപ്പം ഏതോ വലിയ മൃഗത്തിൻ്റെ ഒരു അലർച്ചയും മുഴങ്ങുന്നു. ഇത് ഷിപ്പിലുള്ളവർ കേൾക്കുകയാണ്. എന്തോ വലിയ അപകടം പറ്റിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. തുടർന്ന് കോളിൻ്റെ തല വെട്ടാൻ തുടങ്ങുന്ന സമയം ഷിപ്പിലുള്ളവർ ഇങ്ങോട്ടേക്കെത്തി അവരെ ഷൂട്ട് ചെയ്യുകയാണ്. പെട്ടെന്ന് എല്ലാവരും ചിതറി ഓടി മറയുന്നു. അങ്ങനെ സമയം രാത്രിയോടെ അടുക്കുകയാണ്. ഷിപ്പിനകത്ത് ഒരുപാട് വെള്ളം കയറി തുടങ്ങുന്നു. അതിനാൽ അകത്തുള്ള വലിയ പാത്രങ്ങളും ബക്കറ്റുകളും അതുപോലത്തെ സാധനങ്ങളുമെല്ലാം എടുത്തവർ പുറത്തേക്ക് എറിയുന്നു. എന്നാൽ പുറത്ത് പ്രശ്നങ്ങളൊന്നും ഇതുവരെ അവസാനിച്ചില്ല. ട്രൈബുകൾക്ക് ആനിനെ പൂർണ്ണമായി ബോധിച്ചു. അതിനാൽ അവരുടെ എന്തോ പദ്ധതിക്ക് വേണ്ടി അവളെ പിടിച്ചുകൊണ്ടുപോകാൻ വലിയ കമ്പുകളിൽ അതിസാഹസികമായി ഓരോ പാറക്കെട്ടിലും ചവിട്ടി അവർ ഷിപ്പിലേക്ക് എത്തുന്നു. കഴിഞ്ഞ സംഭവത്തെ തുടർന്ന് പേടിച്ചു വിരണ്ടിരുന്ന ആനിനെ അവർ പിടിച്ചുകൊണ്ടു പോവുകയാണ്. ഒപ്പം അവളെയും കാത്ത് ട്രൈബുകളുടെ ഒരു കൂട്ടവും. ഇവിടെ അവസാനം ഷിപ്പ് പാറയിൽ നിന്നും മാറി ഒരു കുഴപ്പവുമില്ലാതെ നേരെ ആവുകയാണ്. അങ്ങനെ തിരിച്ചു പോകാനുള്ള പ്ലാനിൽ നിൽക്കുമ്പോൾ ആനിനെ കാണാത്ത വിവരം ജാക്ക് മനസ്സിലാക്കുന്നു. ഒപ്പം ട്രൈബിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ഒരു തലയോട്ടി മാലയും അവനിക്ക് കിട്ടുന്നു. അവർ അവളെ പിടിച്ചുകൊണ്ടുപോയെന്ന് മനസ്സിലായി. ഈ കാര്യം ക്യാപ്റ്റനോട് അവൻ ചെന്ന് പറയുകയാണ്. അവളില്ലാതെ എന്തായാലും ഇനി തിരിച്ചു പോകാൻ സാധിക്കില്ല. അങ്ങനെ ഷിപ്പിനകത്തുള്ള തോക്കുകളെല്ലാം എടുത്ത് 2 ടീമുകളായി അവർ ആനിനെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ ഈ സമയം ഇവിടെ വൻ പൂജകൾ നടക്കുന്നു. അവളുടെ ദേഹത്ത് ഒരു തരം മാലയിട്ടിട്ട് 2 കൈയും കെട്ടി അപ്പുറത്തെ കാട്ടിൽ കൊണ്ട് നിർത്തുകയാണ്. കാട്ടിനകത്ത് നിന്നും എന്തോ ഒന്ന് വലിയ അലർച്ചയോടെ ഓടി വരുന്നു. എന്നാൽ അവിടെ വന്നത് ഏവരെയും ഞെട്ടിപ്പിക്കുന്ന വലിയൊരു കോങ്ങായിരുന്നു. ഇവിടെയുള്ള ട്രൈബുകൾ കോങ്ങിനെ ഒരു ദൈവത്തെ പോലെയായിരുന്നു കണ്ടിരുന്നത്. അതിനാൽ ആനിനെ ഇവർ കോങ്ങിന് ബലി കൊടുത്തതാണ്. തുടർന്ന് അവളെയും കയ്യിലെടുത്ത് കോങ് കാട്ടിനകത്ത് പോവാൻ ഒരുങ്ങുന്നു. അപ്പോഴേക്കും ജാക്കും കൂട്ടരും അവിടെ എത്തുകയാണ്. ഒപ്പം ആനിൻ്റെ നിലവിളി ഇവർ കേൾക്കാനും ഇടയാകുന്നു. എന്നാൽ കോൾ മാത്രം ആനിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഭീമൻ കോങ്ങിനെ കാണുകയാണ്.